ഹലോ, നമസ്കാരം എല്ലാവർക്കും. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നമ്മുടെ ചിന്നിൻ്റെ മാലാക പെണ്ണിൻ്റെ കഥ തുടരുന്നു. അങ്ങനെ ഹലോ ഹലോ എന്ന് ചോദിച്ചു. എന്താ അവിടെ റേഞ്ച് കിട്ടുന്നില്ലേ? ആരാണിത് വിളിക്കുന്നത്? കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓഫ്നേജില് മുന്നേ ഉണ്ടായിരുന്ന ചേച്ചിമാരാണ്. മോളെ, നീ അറിഞ്ഞോ നിന്റെ കുഞ്ഞിപ്പാന്റെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ? ഇല്ല ചേച്ചി, എന്താണ് ചോദിച്ചപ്പോൾ പറഞ്ഞ് കുഞ്ഞിപ്പാക്ക് ഒരു ആക്സിഡന്റ് ആയിട്ട് വല്ലാതെ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്ക് ഓർമ്മയൊന്നുമില്ല എന്നൊക്കെ പറയുന്ന കേട്ടു. പക്ഷേ അതൊന്നും അല്ല മോളെ രസം. മോളുടെ ഉപ്പാന്റെ പേരില് ഉണ്ടായിരുന്ന ജ്വല്ലറി അത് മോൾക്കും കൂടി മോളെ കാലശേഷം വരെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷെ മോൾ സൈൻ ചെയ്തു കൊടുത്താലും മോൾ ആ സ്ഥാപനത്തിൽ ഇത്ര വർഷം വരെ വർക്ക് ചെയ്യണമെന്നും പിന്നെ അവിടെ നോക്കി നടത്തണമെന്നും ഉണ്ട്, കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആൾ വല്ലാതെ കുടുക്കിലായി മോളെ. അതൊക്കെ ഇപ്പോ പുറത്തുള്ളവര് ഓരോരുത്തരും ഇങ്ങനെ പറയുന്നു. അവിടെ ജോലി ചെയ്യാൻ പോയ താത്തമാര് പറയുന്നത് കേട്ടതാണ്. എന്തിന് പറയണം, അവർക്ക് അങ്ങനെ തന്നെ വേണം മോളെ. മോൾക്ക് അവകാശപ്പെട്ടതെല്ലാം അവര് തട്ടിയെടുത്തതല്ലേ. പിന്നെ എന്തിനാ? അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഓരോരുത്തരും എത്ര വലിയ സമ്പത്തുകളാണ് അതെല്ലാം തട്ടിയെടുത്തത്. മോൾക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും തന്നോ? ഇല്ല, ഒന്നും തന്നില്ല. പോരാത്തതിന് ഓഫ്നേജിലും കൊണ്ടാക്കി. അച്ഛനുമില്ല, അമ്മയുമില്ല, ആരുമില്ലാത്ത ഒരു അനാഥ പെൺകുട്ടിയാക്കി മാറ്റിയില്ലേ. അപ്പോ അവര് അനുഭവിക്കുക തന്നെ ചെയ്യണം. കാരണം അത്രത്തോളം എൻ്റെ കുഞ്ഞ് വേദനിക്കുന്നുണ്ട്. എന്താ ചെയ്യാ? ഞങ്ങളും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മകളെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവളുടെ ഉള്ളില് ഒരു വിഷമമുണ്ടായി. കാരണം എത്രയ്ക്ക് ദുഷ്ടന്മാരാണെങ്കിലും ഉപ്പാടെ അനിയത്തിയും ഒക്കെ അല്ലേ എല്ലാവരും. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല. പടച്ചവനെ, അങ്ങനെ ഒന്നും അരുതാത്തതൊന്നും പറ്റല്ലേ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ എന്നൊക്കെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവളുടെ നല്ല മനസ്സ് ഇവരെ കാണുന്നില്ലല്ലോ. അത്രയും നിഷ്കളങ്കമായ പെൺകുട്ടിയുടെ ഓരോ വാക്കും ഇവര് കാണാതെ പോവുകയല്ലേ. എന്തിന് പറയണം? എനിക്ക് അവര് സംസാരിച്ച് ഫോണെല്ലാം കട്ട് ചെയ്തു. ഇവൾ ആലോചനയൊക്കെ കഴിഞ്ഞു. അനിയനും അനിയത്തിയും ഇന്ന് ഓഫീസിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ അനിയനോടും അവൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഒരു പേഴ്സണൽ സെക്രട്ടറി മുന്നത്തെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അത് സാറിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ അനിയനും അനിയത്തിയും ചോദിച്ചു, അത് പേഴ്സണൽ സെക്രട്ടറി അല്ലേ, അതിന് താത്താക്ക് എന്താ കുഴപ്പം? താത്താക്ക് എന്താ ഇങ്ങനെ എടുത്തു പറയുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഇവളുടെ മനസ്സിൽ നല്ല കുശുമുണ്ട്, അതുകൊണ്ടാ. പക്ഷേ ഇവൾക്ക് അറിയുന്നില്ല കളിക്കൂട്ടുകാരൻ ഇവളുടെ ഉള്ളിൽ ഒരു പ്രണയമായി മാറിയോ എന്നൊന്നും ഇവൾക്ക് അറിയുന്നില്ല. പക്ഷെ അവനിക്കും എന്തൊക്കെയോ ഉണ്ട്. അവൻക്ക് ഇനി ഇവൾ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവൻ ഒരു കാരണവശാലും ഒഴിവാക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഓരോരുത്തരും പറയുന്ന കേട്ടു അവനിക്കൊരു ലവർ ഉണ്ട് എന്നൊക്കെ. പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു വിള്ളൽ ഇട്ട പോലെ ആയി. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇവൾ വേണ്ടല്ലോ. എന്തിന് പറയണം? ജോലിയിൽ പോലും നമുക്ക് ശ്രദ്ധിക്കാനോ അയാളെ മുന്നിൽ പോവാതിരിക്കാനോ കഴിയില്ല. എന്തൊക്കെയാണ് ഞാൻ ചെയ്യുക എന്നുള്ള മാനസികാവസ്ഥയിലൂടെ അവൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു.
ജിന്നിന്റെ ഉമ്മ വിളിക്കുകയും പിന്നെ അനിയത്തി വിളിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും അവർക്ക് വല്യമ്മ ഉണ്ട്, വല്യമ്മക്ക് വലിയ ഇഷ്ടമാണ് അവളെ, വലിയ കാര്യമാണ്. എപ്പോഴും ജിന്നിനോട് ഓരോ കാര്യങ്ങളും ഒക്കെ പറയും. അവൾ നല്ല കുട്ടിയാടാ, നല്ല അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ള കുട്ടിയാണ്. ഇത്ര സ്നേഹവും കരുതലുമുള്ള കുട്ടിയെ ഞാൻ ഇന്നത്തെ കാലത്ത് കണ്ടിട്ടില്ല. അത്രയും പാവമായ ഒരു കുട്ടിയാണ്. നിനക്ക് അവളെ അങ്ങ് കെട്ടിക്കൂടടാ എന്നൊക്കെ ചോദിച്ചു. എന്താ വല്യമ്മ, വല്യമ്മക്ക് സുഖല്ലേ, നിങ്ങൾക്ക് എന്താ മുറുക്കാൻ വേണോ എന്നൊക്കെ അവൻ ചോദിച്ചു കലിപ്പെട്ടിട്ട്. പക്ഷെ അവൻ്റെ ഉള്ളിലും ഉണ്ട്. പക്ഷെ അവൻ്റെ ഉള്ളിൽ ആ 16കാരൻ്റെ കൗമാരപ്രായത്ത് തോന്നിയ ഒരു ജിന്ന് മാലാക എന്ന് പറയുന്ന ആണല്ലോ. ചെറുപ്പത്തിൽ മാലാകയോട് ഒടുക്കത്തെ പ്രണയമല്ലായിരുന്നു. അവൾ അങ്ങനെ മുന്നിൽക്ക് എപ്പോഴാ വരിക എന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ ഓഫീസിൽ എല്ലാവരും പറയുന്ന ഇവൻക്ക് പ്രണയമുണ്ടെന്ന, പക്ഷെ ഇവൾ തന്നെയാണ് ആ മാലാക പെണ്ണ് എന്ന് ഇവൾക്ക് അറിയുന്നില്ല. പക്ഷേ വിളെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്ത് ചെയ്യാനാ. ചെക്കൻ ഇങ്ങനെ നല്ല റൊമാൻസ് ആയിട്ട് ചെക്കൻ നല്ല റൊമാൻസ് ആവാൻ തുടങ്ങി. കാരണം ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കുകയും ഇടയ്ക്കൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു നല്ല സ്നേഹത്തോടെ. ഇവൾ എന്താ ഇങ്ങനെ